നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇവിടെ പരിചയപ്പെടുന്നത് ചില ഗാഡ്ജറ്റുകളും പിന്നെ ഒരു ആപ്ലിക്കേഷനാണ്. അങ്ങനെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് യൂട്യൂബിൽ നമ്മൾ ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ്റെ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. അതൊക്കെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെയാണ് പോസ്റ്റ് ചെയ്യാറില്ല. കാരണം ആൾക്കാർ കാണാനുള്ളത് ഇപ്പോൾ അവിടെയൊക്കെയാണ്. യൂട്യൂബിൽ വളരെ കുറവാണ് ആൾക്കാർ കാണുക. അപ്പോൾ നിങ്ങളിതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മളോട് പരിചയപ്പെടുന്ന ഈ ഗാഡ്ജറ്റോ ആപ്ലിക്കേഷൻ ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ഇടുക. നിങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയണ്ടേ അല്ലേ? ഇടയ്ക്കിടെ ഞാൻ പറയാറുണ്ട് ഇങ്ങനെ കമൻറ്റ് ഇടണമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് പരിചയപ്പെട്ട് കളയാം. പിന്നെ ഞാനിവിടെ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഗാഡ്ജറ്റൊക്കെ ഭയങ്കര അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ എന്തായാലും കമൻറ്റ് ഒന്ന് ഇട്. ഇഷ്ടപ്പെട്ടോ നമുക്കറിയാലോ ഏതാണ് ഇഷ്ടപ്പെടണമെന്നും. ഇതൊരു ടോർച്ചാണ്, സെൽഫ് ഡിഫൻസ് ടോർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനൊരു മോഡൽ നമ്പർ ഉണ്ട് 1188. ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതൽ നമുക്ക് നെറ്റിൽ ഈ ഒരു ടോർച്ച് കിട്ടുക. അപ്പോൾ ഒരു ടോർച്ച് കൊണ്ട് എന്താണ് സെൽഫ് ഡിഫൻസ് എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സെൽഫ് ഡിഫൻസ് ടോർച്ച്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, അലുമിനിയം ഫ്രെയിമാണ്, കട്ടിയുള്ള ബോഡി തന്നെയാണ്. ഇതിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് പരുവരത്തൊരു ഭാഗമുണ്ട്. അത്യാവശ്യം വേണമെങ്കിൽ ഒരാളെ അടിച്ച് ചതയ്ക്കാൻ പറ്റും നമുക്ക്. അത് ഒരു ഡിഫൻസാണ്. പക്ഷേ ഇതിലെ ഡിഫൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതല്ല, അങ്ങനെയും ഉപയോഗിക്കാം, ഒരു ലാത്തി പോലെ ഉപയോഗിക്കാം. പിന്നെ പാൻസിൻ്റെ പോക്കറ്റിലൊക്കെ നമുക്ക് തൂക്കിയിട്ടുണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു ഹുക്ക് ഉണ്ട്. സാധാരണ നമ്മുടെ ഒരു ടോർച്ചിലെ പോലെ തന്നെ ഇവിടെ നമുക്ക് ലൈറ്റും കാണാം. ഇനി ഇതിൻ്റെ പ്രവർത്തനം നോക്കാം. ഇതിൻ്റെ പുറകിൽ ഒരു സ്വിച്ച് ഉണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ ലൈറ്റ് തെളിയില്ല. ഫസ്റ്റ് ഇവിടെ മറ്റൊരു സ്വിച്ച് ഉണ്ട്, അതൊന്ന് ഓണാക്കിയാലാണ് ലൈറ്റ് തെളിയുക. ഇപ്പോൾ ലൈറ്റ് തെളിഞ്ഞല്ലോ. ഇനി ഈ സ്വിച്ച് നമ്മൾ ഒന്നും കൂടി ഓണാക്കിയ ശേഷം ഇവിടെ മറ്റൊരു സ്വിച്ച് ഉണ്ട്, ഒരു പുഷ് ബട്ടൺ. ആ ഒരു സ്വിച്ച് നമ്മളെ ആക്രമിക്കാൻ ആരെങ്കിലും വരുന്ന സമയത്ത് ടോർച്ച് അവൻ്റെ നേർക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് അമർത്തിയാലുണ്ടല്ലോ, ഇതണ്ട 3000 കിലോ വോൾട്ടാണ് ഇവിടെ വരിക. അതായത് കുറച്ച് നേരത്തേക്ക് ആ ഷോക്ക് ഏറ്റിട്ട് ആൾ ഇങ്ങനെ വടി പോലെ നിൽക്കും. ആൾക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറ്റില്ല, പക്ഷെ കുറച്ച് നേരത്തേക്ക് ബോധമില്ലാണ്ട് അങ്ങനെ നിന്ന് പോകും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് സെൽഫ് ഡിഫൻസിന് ഉപയോഗിക്കാവുന്ന ഒരു ടോർച്ചാണിത്. ഇത്തരത്തിലുള്ള ഡിവൈസിൽ വെക്കുന്ന ഒരു മലയാളിയായിട്ടുള്ള എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട് അവൻ എൻ്റെ അടുത്ത് പോലും പറഞ്ഞത് 3000 രൂപ എന്നാണ്. പക്ഷേ എനിക്കിത് 1899 രൂപയ്ക്ക് ആമസോണിൽ നിന്ന് കിട്ടി. ഇനി അടുത്ത ഗാഡ്ജറ്റ് പരിചയപ്പെടും മുന്നേ നമുക്കൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ഇത് നോക്കിയേ, എനിക്ക് വാട്സാപ്പിലൊരു മെസ്സേജ് ഇംഗ്ലീഷിൽ വന്നിരിക്കുകയാണ്. ഞാൻ സ്ക്രീനിൻ്റെ ഇടത് സൈഡിൽ നിന്നും ഒരു ലെൻസ് ഡ്രാഗ് ചെയ്തിട്ട് അതിന്മേൽ വെച്ചപ്പോഴത്തേക്കും അത് മലയാളത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കിക്കോ, ഞാൻ ആ ഒരു ഇംഗ്ലീഷ് മെസ്സേജിന് എനിക്കറിയാവുന്ന മുറി ഇംഗ്ലീഷിലൊരു മറുപടി ടൈപ്പ് ചെയ്ത് വിടാൻ പോവുകയാണ്. അപ്പോഴേക്കും മുകളിലായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത ആ ഒരു ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കതുകൊണ്ട് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ഇംഗ്ലീഷിൽ വന്നിരിക്കുന്ന മെസ്സേജിനൊക്കെ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ തന്നെ മറുപടി വിടാൻ പറ്റും. ഇതുപോലെ ഏത് ഭാഷയിലും പറ്റും കേട്ടോ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഹൈ ട്രാൻസ്ലേറ്റ് എന്ന് സെർച്ച് ചെയ്താൽ ഇനിയും ഒട്ടേറെ ഫീച്ചേഴ്സുള്ള ഈ ഒരു ട്രാൻസ്ലേഷൻ ആപ്പ് നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോൾ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ നോക്കിയാൽ മതി, ഞാൻ അവിടെയും കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നമ്മുടെ കയ്യിലൊരു ഇംഗ്ലീഷ് PDF ഉണ്ട്. അത് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത ഹിന്ദി അറിയാവുന്ന ഒരാൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കണം. അതിനും ഇതിൽ പറ്റും. അതും PDF ആയിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇവിടെ കാണുന്ന ആഡ് ഡോക്യുമെൻ്റ് എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫയൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ട്രാൻസ്ലേറ്റ് നൗ എന്നത് അമർത്തുക. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഭാഷ ഇവിടെ മുകളിൽ നമുക്ക് സെലക്ട് ചെയ്യാം. 1-2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ കാണാം. നമ്മളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഐക്കണിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത ഭാഷയിലേക്ക് മാറിയിരിക്കുന്ന ആ ഒരു PDF ഫയൽ നമുക്കവിടെ കാണാം. അത് നമുക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം. ഇനി മറ്റൊരു രസകരമായിട്ടുള്ള ഫീച്ചർ നോക്കിക്കോട്ടെ. ഇവിടെ ഈ ഒരു ഓഡിയോ ഒന്ന് കേട്ട് നോക്കിയേ. ഇതൊരു ഹിന്ദി ഓഡിയോ ഫയലാണ്. ഞാനിവിടെ ഓഡിയോ എന്നതിൽ ഇതുപോലെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഹിന്ദിയും മലയാളവും ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ട്രാൻസ്ലേറ്റ് നൗ എന്ന് അമർത്തി ഇപ്പോൾ ആ ഒരു ഫയലിലൂടെ കൺവേർട്ട് ആയിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതുപോലെ അത് മലയാളത്തിൽ വായിക്കാം. അടിപൊളിയല്ലേ? ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെന്ന് വയ്ക്കുക. അത് ഒരു ഭാഷയിലാണ്. അത് നിങ്ങൾക്ക് മറ്റൊരു ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ മാത്രമല്ല അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. മറ്റുള്ള ട്രാൻസ്ലേറ്റർ ആപ്പുകളിലൊന്നും നമുക്ക് ഇത്തരത്തിൽ ഡൗൺലോഡ് ഓപ്ഷൻ ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് മറ്റു ട്രാൻസ്ലേറ്റർ ആപ്പുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഭാഷ അറിയാത്ത ഒരു ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുമായിട്ട് അവരുടെ ഭാഷയിൽ നമുക്ക് ഫേസ് ടു ഫേസ് ട്രാൻസ്ലേഷനും സാധിക്കും. ഈ ഫേസ് ടു ഫേസ് ട്രാൻസ്ലേഷനിൽ തന്നെ നമുക്ക് സ്ക്രീനിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ സാധ്യമാവുന്ന ഫീച്ചറുണ്ട്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡ്രോ ഓവർ ദ ആപ്പ് പെർമിഷനും മറ്റു ചില പെർമിഷനും ചോദിക്കുന്നത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് വാട്സാപ്പ് അല്ലെങ്കിൽ മറ്റു മെസ്സഞ്ചർ ആപ്പുകളിലൊക്കെ തന്നെ ആ ഒരു മെസ്സേജ് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫ്ലോട്ടിംഗ് ബബിൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ട്രാൻസ്ലേഷൻ സാധ്യമാവുള്ളൂ. പിന്നെ ഈ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടും ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. അതായത് സ്ക്രീനിൻ്റെ സൈഡിലൊക്കെ അവിടെ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ ഒരു ഫ്ലോട്ടിംഗ് ബബിൾ വന്നിട്ട് മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഷോർട്ട് കട്ടുകളും കാണാൻ പറ്റും. പിന്നെ ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ടും AI ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രീ ആയിട്ടൊന്നും കിട്ടില്ല. 3 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് നൽകേണ്ടതുണ്ട്. അതിപ്പോൾ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ 1 മാസത്തേക്കോ
അല്ലെങ്കിൽ 1 ഇയർ എന്നുള്ള രീതിയിലൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ 1 ഇയർ ആണ് ഞാൻ എടുത്തേക്കുന്നത്, കാരണം 1 ഇയർ ആകുമ്പോൾ എമൗണ്ട് കുറവാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആപ്ലിക്കേഷൻ ഉപകാരപ്രദമാണെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊരു കമൻറ്റ് ഇട്ടേക്കട്ടോ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ഡിവൈസാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഫാനായിട്ട് നമുക്ക് തോന്നും നെക്കിൽ വെക്കുന്നത്, പക്ഷേ ഇതൊരു ഫാനല്ല. ഇത് നെക്ക് വാമറാണ്. അതായത് നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക്, അതായത് -ഡിഗ്രിയൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കഴുത്തായാലും കൈയായാലും ഫുള്ള് മരവിച്ചിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഴുത്തിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൽ ഫാനല്ല, ഇതിൻ്റെ പാഡ് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അത്തരത്തിൽ എപ്പോഴും ഒരു ഹീറ്റ് കിട്ടും. അതൊരു 4 ലെവലിൽ നമുക്ക് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഫാൻ പോലെ വളരെ കംഫർട്ടായിട്ട് കൊണ്ടുനടക്കാവുന്ന ഒരു ഉപകരണമാണ്. ഒരു തവണ നമ്മൾ ഫുൾ ചാർജ് ആക്കി കഴിഞ്ഞാൽ ഏകദേശം 6 മണിക്കൂർ നമുക്ക് അത്തരത്തിൽ ഹീറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് അതിനൊരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു C ടൈപ്പ് പോർട്ടും ഉണ്ട്. ഏകദേശം ഒരു 800 രൂപയ്ക്കൊക്കെ അടുത്ത് ഇതിന് വില വരുന്നുണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2 ബാറ്ററികളാണ്. ഈ ബാറ്ററികൾ എന്ന് പറയുമ്പോൾ ഇതിന് പ്രത്യേകത എന്നറിയാമോ? ഇത് റീചാർജബിൾ ബാറ്ററിയാണ്. റീചാർജബിൾ ബാറ്ററി ഇത്ര വലിയ പ്രത്യേകതയാണോ എന്നിപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇതിൽ റീചാർജ് ചെയ്യുന്ന രീതിക്കാണ് പ്രത്യേകത. ഒന്ന്, ഇത് ലിഥിയം ബാറ്ററിയാണ്. നമ്മുടെ സാധാരണ ബാറ്ററികൾ പോലെ അല്ല. ഇപ്പോൾ AA ഉണ്ട്, AAA ബാറ്ററിയും ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ബാറ്ററികൾ റീചാർജബിൾ ഉപയോഗിക്കുമ്പോൾ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനായിട്ട് സെപ്പറേറ്റ് ചാർജർ ഉണ്ട് അല്ലേ? ഇത്തരത്തിലുള്ള ചാർജർ ഉണ്ട്. അതിൽ നമ്മൾ ഇതുപോലെ ബാറ്ററി ഇട്ടിട്ടാണ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഇത്തരത്തിലുള്ള ചാർജർ ആവശ്യമില്ല. നമ്മുടെ സാധാരണ USB-C ടൈപ്പ് കേബിൾ ഉപയോഗിച്ചിട്ടുണ്ട്, മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ടുണ്ട് ചാർജ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് C ടൈപ്പ് പോർട്ട് നമുക്ക് ഇവിടെ ഈ ഒരു സൈഡിൽ കാണാം. അതുപോലെ ഈ ഒരു ബാറ്ററിക്കാണെങ്കിൽ ഇവിടെ AAA ആണെങ്കിൽ ഈ സൈഡിലാണ് കാണുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററിയാണിത്. അപ്പോൾ ഈ ബാറ്ററി ഇത്തരത്തിലുള്ള 2 AAA ആയാലും 2 AA ബാറ്ററികൾ അടങ്ങുന്ന പാക്കാണെങ്കിൽ ഏകദേശം ഒരു 500 രൂപയ്ക്ക് അടുത്താണ് വില വരുന്നത്. അപ്പോൾ ഒരേ സമയം നമുക്ക് 2 ബാറ്ററിയും ചാർജ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു USB കേബിളും ഇവിടെ കമ്പനി തരുന്നുണ്ട് പാക്കേജിൽ. ചാർജിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, ഒരു ചാർജർ കൂടി പരിചയപ്പെടുത്തിയേക്കാണ്. ഇതുണ്ടോ, വളരെ കുഞ്ഞനായിട്ടുള്ള ഒരു ചാർജർ. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കൊണ്ടുനടക്കാൻ വളരെ എളുപ്പമാണ്. ഇതൊരു C ടൈപ്പ് ചാർജറാണ്. 20 വാട്ടാണ് ഈ ചാർജർ. ഏകദേശം ഒരു 500 രൂപയ്ക്ക് വില വരുള്ളൂ. പിന്നെ ഫുൾ സേഫ്റ്റി എല്ലാം ഉള്ളതാണ്. അതായത് നമ്മുടെ സർക്യൂട്ട് പ്രൊട്ടക്ഷനും ഓവർ ചാർജ് അങ്ങനെ എല്ലാ ഇതിൻ്റെയും പ്രൊട്ടക്ഷനുള്ള ഒരു ചാർജറാണ്. അപ്പോൾ ഇത് 20 വാട്ടിൻ്റെയാണ്. ഇതുപോലത്തെ പല മോഡലും കിട്ടും. പക്ഷേ ഇതാണ് വളരെ ക്യൂട്ടായിട്ടുള്ളതും വളരെ ചെറുതായിട്ടുള്ളതും. ജസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തിയെന്നുള്ളൂ. പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ചാർജറുകൾ ഉപയോഗിക്കും, അതായത് വാട്ട്സ് കൂടിയ ചാർജറുകളാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചാർജറുകൾ ഉപയോഗിക്കുമ്പോൾ പലരും പറയും, പക്ഷേ എൻ്റെ ഫോൺ ചാർജ് ആവുന്നില്ല ഫാസ്റ്റായിട്ടെന്ന്. അതിൻ്റെ പ്രധാന കാരണം എന്നാൽ ചാർജർ മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ ഫോൺ സപ്പോർട്ട് ഉണ്ടായിട്ടും കാര്യമില്ല. അതിനോടൊപ്പം ഇത്തരത്തിലുള്ള കേബിൾ കൂടി അതിന് ഉപയോഗിക്കണം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടായിട്ടുള്ള കേബിൾസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് അത്തരത്തിലൊരു കേബിളാണ്. കേബിൾ കാണുമ്പോൾ പ്രത്യേകത ഒന്നുമില്ല. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ഡിസ്പ്ലേ ഉണ്ട്. 100 വാട്ട് വരെയും സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇത് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങും അല്ലെങ്കിൽ ക്വിക്ക് ചാർജിങ്ങും എല്ലാം സപ്പോർട്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 400 ചില്ലാൻ രൂപ വില വരും. ഇനി വില കുറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ സെബ്രോണിക്സിൻ്റെ ഒരു 250 വാട്ട് വരെ സപ്പോർട്ട് എന്നാണ് പറയുന്നത്. എന്തായാലും 100 വാട്ട് വരെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതും കിട്ടും. ഇതിന് പക്ഷേ ഡിസ്പ്ലേ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് കേബിൾസ് വാങ്ങി ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും ഗാഡ്ജറ്റ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ട ഈ പ്രൊഡക്റ്റുകൾ അത് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷനാണ് ഇഷ്ടപ്പെട്ടത്, ഏത് പ്രൊഡക്റ്റാണ് ഇഷ്ടപ്പെട്ടത്, ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, അതെന്തായാലും ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.